ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഇന്ന് ഒരു ഓണം വ്ളോഗാണ്. ഞങ്ങളുടെ ഓഫീസിലെ ഓണം സെലിബ്രേഷൻ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇടുന്നത്. ഞാൻ കയറി ചെന്നതേ കണ്ടത് കിടന്നു ഇരുന്നു ഒക്കെ അത്തപ്പൂവിൻ്റെ പടം വരയ്ക്കുന്ന ചേട്ടന്മാരെയാണ്. പിന്നെ പൂ നുള്ളുന്നു, അത് പിച്ചി പിച്ചി ഇടുന്നു, അങ്ങനെയായിരുന്നു. പിന്നെ ഞാനും ഒപ്പം കൂടി ഞാനും പൂ മുറിച്ച് ഇട്ട് കൊടുത്തു, സഹായിച്ചു എല്ലാവരെയും. ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ അത്തപ്പൂ ഒന്നും ഇട്ടിട്ടില്ല, ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ. ഇതുവരെ ഞാൻ കോളേജിലാട്ടെ സ്കൂളിലാട്ടെ ഞാൻ ഈ സംഭവം ചെയ്തില്ല. ഞാൻ ആദ്യം ഇന്നും ചെയ്തില്ല, അത് വേറെ കാര്യം. പിന്നെ സഹായിച്ചു, പൂ ഇങ്ങനെ മുറിച്ചു കൊടുത്ത് സഹായിച്ചു. എവിടൊക്കെ ഏതൊക്കെ പൂ ഇടണം എന്നുള്ള കൺഫ്യൂഷനിലും ഡിസ്കഷനിലും ആയിരുന്നു എല്ലാവരും. പച്ച ഇടണോ, വെള്ള ഇടണോ, ചുമല ഇടണോ, മഞ്ഞ ഇടണോ, അങ്ങനെ അവസാനം നമ്മുടെ ഏതാണ്ട് കോലത്തിലൊക്കെ നമ്മുടെ അത്തപ്പൂ എത്തി. അത്തപ്പൂ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ആ ഒരു രീതിയിലാക്കി വെച്ചു. എനിക്കിന്ന് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഞാൻ ഉറങ്ങിയിട്ടില്ല മര്യാദയ്ക്ക്. തലേന്ന് രാത്രി 2-2:30 കിടന്നപ്പം. എൻ്റെ ഒപ്പമുള്ള കുട്ടികൾക്ക് വെളുപ്പിന് എണീറ്റ് അവർക്ക് ജോലിക്ക് പോകണമായിരുന്നു. അവർക്ക് ഇന്ന് തന്നെയായിരുന്നു ഓണം സെലിബ്രേഷൻ. എനിക്കും 5 മണിക്ക് എണീക്കേണ്ടി വന്നു അവരുടെ ഒപ്പം തന്നെ. അധികം നേരം ഉറങ്ങിയില്ല. പിന്നെ രാവിലെ വെളുപ്പിന് എണീറ്റ് കുളിച്ച് ഞാൻ റെഡിയായി ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഫുൾ സെറ്റായി, സാരിയൊക്കെ എടുത്ത് സെറ്റായിരുന്നു. പക്ഷേങ്കിൽ അവർ പോയി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. വെച്ചാൽ അധികം നേരം നമ്മൾ പൂച്ച ഉറക്കം എന്നൊക്കെ പറയത്തില്ല, ആ ഒരു രീതിയിൽ. ഞാൻ ഉറക്കത്തിൽ നിന്നിട്ടപ്പോഴത്തേനും സാരി വേറൊരു വഴിയിലായിപ്പോയി. പിന്നെ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് സെറ്റാക്കി വന്നപ്പോൾ അതിൻ്റെ നല്ല ക്ഷീണം എൻ്റെ മുഖത്തുണ്ടായിരുന്നു. ഞാൻ അവിടെ ഇരുന്നും ഒക്കെ ഉറക്കം തൂങ്ങുമായിരുന്നു, നല്ല ഉറക്കം തൂങ്ങിച്ചായിരുന്നു. പിന്നെ പുറത്ത് ഞങ്ങളൊരു കുഞ്ഞ് ഗണപതീൻ്റെ ഒരു അത്തപ്പൂ പൂ കൊണ്ട് ഒരു ഇതുണ്ടാക്കിയിട്ട് കേട്ടോ, നല്ല രസമില്ലേ കാണാൻ. പിന്നെ നമുക്ക് സദ്യ ഉണ്ടായിരുന്നു. ഞങ്ങൾ സദ്യ അവരെല്ലാവരും ചെയ്തു കേട്ടോ. എനിക്ക് അനങ്ങേണ്ടി വന്നില്ല, കാരണം ഞാനും എൻ്റെ ഒരു ഇത്തായി ഉണ്ട് നദീറ എന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടും സാരിയായിരുന്നു. ഞങ്ങളങ്ങനെ സാരി ഉടുക്കാറില്ല. അപ്പോൾ വളരെ റെയറായിട്ട് ഇങ്ങനെയുള്ള ഒക്കേഷനിലൊക്കെ ആയിരിക്കും സാരി ഉടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇതുകൊണ്ട് എങ്ങനെ നടക്കണം എന്നുള്ളതൊന്നും അറിയത്തില്ല. അപ്പോൾ ഇവരായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് നല്ല ഒന്നാതിൻ്റെ സദ്യയായിരുന്നു ഉണ്ടായിരുന്നത്. ഇഷ്ടം പോലെ കറികളുണ്ടായിരുന്നു. പരിപ്പ്, സാമ്പാർ, പിന്നെ രസം, പുളിയിഞ്ചി, അവിയൽ, തോരന്, പിന്നെ മത്തങ്ങായും വൻപയറും ഇട്ട വേറൊരെണ്ണം, അങ്ങനെ ഇഷ്ടം പോലെ. എനിക്കറിയാത്ത കുറേ കറികളുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പേരറിയത്തില്ല, ഞാൻ കഴിച്ചിട്ടുണ്ട്, പക്ഷേ പേര് എനിക്കറിയത്തില്ല. അപ്പം നമ്മൾ നല്ല ഒന്നാന്തരം, ഞാൻ സത്യം പറഞ്ഞാൽ ഈ സദ്യ പ്രതീക്ഷിച്ചാണ് ഞാൻ അത്രയും ഉറക്കം സഹിച്ച് അവിടെ നിന്നത്, ഇത് കഴിക്കാമല്ലോ എന്നുള്ളോർത്തിട്ട്. ഉറക്കത്തെ സത്യമാണ് ഞാൻ കൺട്രോൾ ചെയ്തത് ഈ സദ്യ എൻ്റെ മനസ്സിൽ വെച്ചോണ്ടാണ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പായസവും പപ്പടവും പഴവും ചേർത്ത് കഴിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഇലയിൽ തന്നെ കേട്ടോ കഴിച്ചത്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമായിരുന്നു അങ്ങനെ കഴിക്കണത്. പിന്നെ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. ഞങ്ങൾ അടപ്രഥമനായിരിക്കും പായസം വരുന്നതെന്ന് കരുതി. അപ്പം ഞങ്ങൾ സൊമാറ്റോയിൽ പാലട പ്രഥമനെ ഓർഡർ ചെയ്തു. പക്ഷെങ്കിൽ വന്നതും നിന്നതും ഒന്നായിരുന്നു, പാലടപ്രഥമനായിരുന്നു. അങ്ങനെ നല്ല ഒന്നാന്തരം സദ്യയും കഴിച്ചാൽ ഞങ്ങൾ ഞങ്ങളുടെ ജോലിയിലേക്ക് തന്നെ തിരിച്ചുപോയി. അപ്പം അത്രയേ ഉള്ളായിരുന്നു നമ്മൾ ഓണം സെലിബ്രേഷന്. കുഞ്ഞൊരു സെലിബ്രേഷനായിരുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്തേക്കുക. ടാറ്റാ.